ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ അങ്കോള ബോട്സ്വാന ദ്വിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കം. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിച്ച രാജ്യം ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 4 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ വാരാണസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതും നാളെ പ്രവർത്തനം ആരംഭിക്കും. മെട്രോ കണക്ടിവിറ്റിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ മുന്നേറുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി കുവൈറ്റിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളി സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ അങ്കോള ബോട്സ്വാന ദ്വിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കം. ഞായറാഴ്ച ശ്രീമതി മുർമു പ്രസിഡന്റ് ലോറൻസോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ചൊവ്വാഴ്ച അങ്കോളയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി അങ്കോള പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. തുടർന്ന് ശ്രീമതി മുർമു ബോട്സ്വാനയിലേക്ക് തിരിക്കും. ദേശത്തോടുള്ള ആരാധനയും ആദരവും സ്ഫുരിക്കുന്ന വന്ദേ മാതരം വാക്കുകൾക്കതീതമായ അനുഭവമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഊർജ്ജത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും മന്ത്രമായ വന്ദേ മാതരം ജനങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു നൽകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. वंदे मातरम का मूल भाव है भारत माँ भारती, भारत की शाश्वत संकल्पना, वो संकल्पना जिसने मानवता के प्रथम पहर से खुद को गढ़ना शुरू कर दिया, जिसने युगों युगों को एक एक अध्याय के रूप में पढ़ा, शून्य से शिखर तक उनकी यात्रा और शिखर से पुनः शून्य में उनका विलय, भारत ने ये सब कुछ देखा है. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്മരണിക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. വന്ദേമാതരം 150.in പോർട്ടലിന് അദ്ദേഹം തുടക്കം കുറിച്ചു. വന്ദേമാതരം ആലപിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് സാക്ഷ്യപത്രം നേടാൻ ഈ പോർട്ടലിലൂടെ സാധിക്കും. രാജ്യമെമ്പാടും നടന്ന ആഘോഷ പരിപാടികളിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ വന്ദേമാതരം ആലപിച്ചു. കേരളത്തിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ആകാശവാണി ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിലും ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് വന്ദേമാതരം ആലപിച്ചു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികാഘോഷ വേളയിൽ ആദരമർപ്പിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ. രാഷ്ട്രബോധത്തിന് മാർഗദർശിയായ തത്വമാണ് വന്ദേമാതരമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പുതിയ വിദ്യാഭ്യാസ നയം രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാഷ്ട്രവികസനത്തിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സോണിപത്തിലെ രാജീവ് ഗാന്ധി എഡ്യൂക്കേഷൻ സിറ്റിയിൽ SRM സർവകലാശാലയുടെ 3ാം ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണമേന്മ, സാങ്കേതികം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവ വികസനത്തിന്റെ അടിത്തറയാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി വാരാണസിയിലെത്തി. 4 പുതിയ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് അദ്ദേഹം നാളെ നിർവഹിക്കും. എറണാകുളം, ബംഗളൂരു ഉൾപ്പെടെയുള്ള സർവീസുകൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്കുള്ള യാത്രാസമയം 2 മണിക്കൂറിലേറെ ലാഭിക്കാൻ വന്ദേഭാരതിലൂടെ സാധിക്കും. നാളെ ആരംഭിക്കുന്ന എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് IT പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ, വ്യവസായികൾ എന്നിവർക്ക് ഏറെ ഗുണകരമാകും. വന്ദേഭാരത് ഉദ്ഘാടന സർവീസ് നാളെ രാവിലെ 8 മണിക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് വൈകുന്നേരം 5:50 KSR ബംഗളൂരുവിൽ എത്തിച്ചേരും. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ആദ്യ വന്ദേഭാരത് സർവീസാണിതെന്ന പ്രത്യേകതയുമുണ്ട്. വിശദാംശങ്ങൾ. ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ വരുന്ന പുതിയ ട്രെയിൻ നമ്പർ 06652 എറണാകുളം ജംഗ്ഷൻ KSR ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്രാസമയം 2 മണിക്കൂറോളം ലാഭിക്കും.
8 കോച്ചുകളുള്ള ഈ ട്രെയിനിന് തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, കൃഷ്ണരാജപുരം എന്നീ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ച് എല്ലാ സ്റ്റേഷനുകളിലും ട്രെയിനിന് പ്രത്യേക സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മെട്രോ കണക്ടിവിറ്റിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3-ാം സ്ഥാനത്താണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഗുരുഗ്രാമിൽ 18ാമത് അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസ് ആൻഡ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ മെട്രോ ശൃംഖല 1100 കിലോമീറ്ററിലധികം വ്യാപിച്ചിട്ടുണ്ട്. ഭൂഗർഭ പൈപ്പ് ലൈൻ കണക്ടിവിറ്റി പദ്ധതി പൂർത്തിയാകുന്നതോടെ ലോകത്തെ 2ാമത്തെ വലിയ മെട്രോ ശൃംഖലയായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ എയർ ടാക്സി, റോപ്പ് വേ ട്രാൻസ്പോർട്ട് തുടങ്ങിയവ നടപ്പിലാക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി കുവൈറ്റിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളി സംഘടനാ പ്രതിനിധികളുമായും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തി. ജുമൈറ മസില ബീച്ച് ഹോട്ടലിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രവാസി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ മുഖ്യമന്ത്രി വിലയിരുത്തി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദേശ എയർലൈൻ സർവീസുകൾക്കുള്ള അനുമതി ഉറപ്പാക്കൽ, ഉത്സവ സീസണുകളിലും ഉൾപ്പെടെ വിമാന കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രതലത്തിൽ ഇടപെടൽ തുടങ്ങിയവ ചർച്ചയായി. എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് കുറച്ചത് സംബന്ധിച്ച് പരിഹാരം കാണാൻ ഇടപെടലുകൾ ആരംഭിച്ചിരിക്കുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യൻ ബാങ്കുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ മികച്ച പരിവർത്തനമാണ് കാഴ്ചവെച്ചതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. 2018 നഷ്ടത്തിലായിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് $100 ബില്യൺ കമ്പനിയായതായും അദ്ദേഹം പറഞ്ഞു. മുംബൈയിൽ നടന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിംഗ് ആൻഡ് എക്കണോമിക് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. These developments, this performance, these changed realities. This evolution implies that the prudential rule books too should evolve in a calibrated manner as banks are now stronger, supervision more alert, even as alternative risk-bearing pillars have deepened and market-based risk transfer has become more effective. ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ സമുദ്ര സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി കേരളത്തിലെ കൊച്ചിയിൽ ബിംസ്റ്റെക് ഇന്ത്യ മെറൈൻ റിസർച്ച് നെറ്റ്വർക്കിന്റെ ആദ്യ ദ്വൈവാർഷിക സമ്മേളനം ബിംറൻ സംഘടിപ്പിച്ചു. ബിംസ്റ്റെക് രാജ്യങ്ങളിലെ സ്ഥാപനങ്ങളും ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണം ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ വർഷം വിദേശകാര്യ മന്ത്രാലയം ബിംറൻ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ 25ഓളം സ്ഥാപനങ്ങളും ബിംസ്റ്റെക് രാജ്യങ്ങളിലെ 50ലധികം ഗവേഷകരും തമ്മിൽ ചർച്ചകൾ നടന്നു. ബീഹാറിൽ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുകയാണ്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. ഈ മാസം 11-നാണ് 2ാംഘട്ട വോട്ടെടുപ്പ്. ഇന്നലെ നടന്ന 1ാംഘട്ട തെരഞ്ഞെടുപ്പിൽ 64.66% പോളിംഗ് രേഖപ്പെടുത്തി. 18 ജില്ലകളിലെ 121 നിയോജക മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. ഗോവയിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFI 2025 സർഗാത്മകതയുള്ളവരും ലോകവുമായുള്ള പാലമായി വർത്തിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. 81 രാജ്യങ്ങളിൽ നിന്നുള്ള 240 സിനിമകൾ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു ആഗോള വേദി നൽകുമെന്നും ന്യൂഡൽഹിയിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കവെ ശ്രീ എൽ മുരുകൻ പറഞ്ഞു. ഓസ്ട്രേലിയയിൽ നടക്കുന്ന പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ നാളെ ഇന്ത്യ ആതിഥേയരെ നേരിടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 മത്സരം ആരംഭിക്കും. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 2-1 ഇന്ത്യ മുന്നിലാണ്. രാജ്യത്തിന് ഖ്യാതി നേടിത്തന്ന അന്താരാഷ്ട്ര ഹോക്കി താരങ്ങളുടെ പരിശ്രമങ്ങളെ പ്രശംസിച്ച് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹോക്കിയിൽ രാജ്യത്തിന്റെ മഹത്തായ ഭൂതകാലത്തിനും ആധിപത്യത്തിനും അവർ നൽകിയ സംഭാവനകളെ അദ്ദേഹം അനുസ്മരിച്ചു. ഇന്ത്യൻ ഹോക്കിയുടെ 100ാം വാർഷികത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രസിഡന്റ് ദ്രൌപദി മുർമുവിന്റെ അങ്കോള ബോട്സ്വാന ദ്വിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കം. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിച്ച രാജ്യം ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 4 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ വാരാണസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതും നാളെ പ്രവർത്തനം ആരംഭിക്കും. മെട്രോ കണക്ടിവിറ്റിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ മുന്നേറുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ.
ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി കുവൈറ്റിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളി സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.